ഹായ് ഓൾ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കണോ? മാഷാല്ലാ ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ രാവിലെ തന്നെ കപ്പക്കാരൻ വന്നപ്പോൾ കപ്പ മേടിച്ചാണ്. കുറേ നാളായിട്ട് കപ്പ കഴിക്കണമെന്നൊരാഗ്രഹം. അപ്പോൾ ഞാൻ കപ്പ മെയിനായിട്ടും മേടിച്ചത് പാൽക്കപ്പ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു കേട്ടോ. കാരണം ഇപ്പോൾ ഭയങ്കരമായിട്ട് ട്രെൻഡി ആയിട്ട് യൂട്യൂബിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് മേടിച്ചത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതേ അലക്കാൻ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. കാരണം ഇതൊരു ഞായറാഴ്ച ദിവസത്തെയാണ്. അപ്പോൾ ഒന്ന് ഓഫീസില്ലെങ്കിൽ ഞാനൊരു ദിവസം ഒന്ന് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിക്കും. പക്ഷേ എവിടെ റെസ്റ്റ് എടുക്കാൻ പറ്റില്ല. അപ്പോൾ അന്ന് ഫുൾ പണിയിലായിരിക്കും, വീടൊതുക്കൽ, അലക്കൽ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇത് ചിക്കനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ കുറച്ചെടുത്തിട്ട് പൊരിക്കാൻ മാറ്റണം, കുറച്ചെടുത്തിട്ട് കറി വെക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ പാൽക്കപ്പ വെക്കാമെന്ന് വിചാരിച്ച പിഷൽ പറഞ്ഞ് പാൽക്കപ്പ വേണ്ട, എനിക്ക് മഞ്ഞളിട്ടിട്ട് കടുക് പൊട്ടിച്ചിട്ട് അങ്ങനെ ചെയ്താൽ മതി എന്ന് പറഞ്ഞ്. അപ്പോൾ മെയിനായിട്ട് ഞാൻ കപ്പ മേടിച്ചത് അതിനായിട്ടായിരുന്നു. അതിൻ്റെ പാൽക്കപ്പ ഉണ്ടാക്കി നോക്കാം, ടേസ്റ്റ് നോക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അവൾക്ക് എന്ത് വേണ്ടാന്ന് പറഞ്ഞ്. അപ്പോൾ അവളുടെ ആഗ്രഹത്തിനനുസരിച്ച് ഞാൻ അവൾക്ക് പറ്റിയ പോലെ തന്നെ ഞാൻ ഉണ്ടാക്കണേ. അപ്പോൾ ചിക്കൻ കറി, കുറച്ച് ചിക്കൻ എടുത്തിട്ട് കറി വെക്കാമെന്ന് വെച്ച്. എന്തായാലും കപ്പ കഴിക്കുമ്പോൾ ചാറ് വേണമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു ചാറാക്കാമെന്ന് വിചാരിച്ച്. പിന്നെ ആദ്യം തീരുമാനിച്ചത് ബിരിയാണി ഉണ്ടാക്കാമെന്നാണ് കേട്ടോ. പിന്നെ ബിരിയാണി വേണ്ട, കാരണം ബിരിയാണി വെക്കാനുള്ള സമയം തന്നെയില്ല. കാരണം ഇത് നാസ്ത ഉണ്ടാക്കിയിട്ട് വേണം വേഗം തന്നെ അടിച്ചു വാരി തുടക്കാനും. പിന്നെ വീട്ടിൽ മാറാമ്പലൊക്കെ ഉണ്ട്, ഇപ്പം ചെയ്യുന്നുള്ളൂ. ഇനി നോമ്പാകുമ്പോൾ അടുത്തൊതുക്കൽ വേറുണ്ടാവും. അന്ന് ഫുൾ വീട് മൊത്തം ഒതുക്കേണ്ട വരും, മാറാമ്പലും എല്ലാം ഒതുക്കി തുടച്ചെടുക്കേണ്ട വരും നോമ്പൊക്കെ ആകുമ്പോൾ. അപ്പോൾ നോമ്പൊക്കെ എന്തായാലും അടുത്ത് വരണേണ്. അപ്പോൾ ഇതേ വേഗം തന്നെ കപ്പയൊക്കെ ഇതേ ചെറിയ ചെറിയ പീസാക്കിയിട്ട് വേവിക്കാൻ വേണ്ടിയിട്ട് ഇടാൻ വേണ്ടിയിട്ട് പോണേണ് കേട്ടോ. അപ്പോൾ അലക്കാൻ ബെഡ്ഷീറ്റൊക്കെ ഉണ്ട് കേട്ടോ. ബെഡ്ഷീറ്റുണ്ട്, പുതപ്പുണ്ട്, എല്ലാം അലക്കാനുണ്ട്. ഡ്രസ്സ് പിന്നെ അധികമില്ല കേട്ടോ. ഞാൻ ഒന്നര ഇടയ്ക്ക് ആകുമ്പോൾ അലക്കണോണ്ട് ഡ്രസ്സൊന്നും പിന്നെ അധികം ഇല്ല. പിന്നെ അലക്കിയത് മടക്കാനുണ്ട് കേട്ടോ. കാരണം ഇങ്ങനെ എടുത്തെടുത്ത് ഇങ്ങനെ വെക്കും, മടക്കിയിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതേ കപ്പയൊക്കെ മഞ്ഞളൊക്കെ ഇട്ട് ഉപ്പൊക്കെ ഇട്ടിട്ട് ഇനി ഒന്ന് വേവിക്കാൻ വേണ്ടി വെക്കണം. ഇനി 2-3 വിസിലൊന്ന് ഇത് വെന്ത് വരണം. വെറുതെ ഉള്ളിയൊന്നും ചേർക്കില്ല കേട്ടോ. കടുകും പൊട്ടിച്ചിട്ട് വറ്റൽമുളക് ഇട്ട് പൊട്ടിച്ചിട്ട് ഒന്ന് വഴറ്റിയെടുക്കണതാണത്. അപ്പോൾ ഞാൻ ഇത് വെച്ചിട്ടുണ്ട് കപ്പ. അപ്പോൾ ഇത് ചിക്കൻ്റെ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ചെടുത്തിട്ടുള്ളൂ കേട്ടോ, ഒരു ചാറിന് വേണ്ടിയിട്ട്. അതാണ് ഞാൻ എടുത്തത്. പിന്നെ ബാക്കി പൊരിക്കാമെന്ന് വിചാരിച്ച്. പൊരിച്ചതേ നമ്മളിവിടെ കഴിക്കത്തുള്ളൂ. കറി വെച്ചത് കഴിക്കാൻ മടിയാണ്. പൊരിച്ചതൊക്കെ ആകുമ്പോൾ വേഗം തീർന്നോളും. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മുടെ കറി വെക്കാൻ വേണ്ടിയിട്ട് ഇവിടെ സവാളയും വഴറ്റുന്നുണ്ട്. അപ്പോൾ ഒരു സവാള എടുത്തിട്ടുള്ളൂ, കാരണം 2-3 ചിക്കൻ്റെ പീസല്ലേ ഉള്ളൂ. അപ്പോൾ ഞാനൊരു സവാള എടുത്തിട്ടുള്ളൂ. അലക്കൽ അതിൻ്റെ ഇടയിൽ കൂടെ തന്നെ അലക്കലൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ വെള്ളമൊക്കെ നിറച്ചതുണ്ട്. ഇനി അടിച്ച് വാരി തുടക്കണം. ഇപ്പം തന്നെ സമയം ഒരുപാടായി, കാരണം എണീച്ചപ്പോൾ തന്നെ വൈകിട്ടെ. കാരണം ഇന്നിങ്ങനെ ഓഫീസ് സമയമില്ലെങ്കിൽ ഒന്ന് കുറച്ച് നേരം കിടക്കാലാന്ന് വിചാരിക്കും. എവിടെ അപ്പം നല്ല പണിയാണ്. എണീച്ചപ്പോൾ 8:30 ആയിട്ടാണ്. എന്നാലും ഉറക്കക്ഷീണമുണ്ട് കേട്ടോ. ഫുൾ ടൈം ഉറങ്ങാൻ കിട്ടിയാൽ ഞാൻ കിടന്നുറങ്ങും. അപ്പം ഇന്ന് റെസ്റ്റ് ഇല്ലാത്ത പണിയാണ്. ഞായറാഴ്ച ഒരു ദിവസം കിട്ടണം, അത് റെസ്റ്റ് ഇല്ലാത്ത പണി തന്നെയാണ്. പിഷൽ ചോദിക്കും, ഉമ്മി റെസ്റ്റ് എടുക്കണമെന്ന് പറഞ്ഞിട്ടാണ് ഇരിക്കാൻ വിചാരിച്ചപ്പോൾ ഉമ്മിക്ക് നല്ല പണിയാണല്ലേ എന്ന് പറഞ്ഞ്. അപ്പോൾ ഇതേ ഉണ്ടോ, വറ്റൽമുളകും കടുകും മാത്രം ഇട്ടിട്ടാണ് താളിച്ചത്. അപ്പോൾ വേപ്പില കിട്ടിയില്ല കേട്ടോ. വേപ്പില ഞാൻ മേടിക്കാൻ മറന്നുപോയി കടയിൽ നിന്ന്. അപ്പോൾ ഇതായിട്ട് ചെന്നപ്പോൾ കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇഷലിന് ഇത് കാണിച്ചു കഴിഞ്ഞാൽ അവിടെ സന്തോഷം കാണണം. ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇഷലിന് ഇങ്ങനെ ഉണ്ടാക്കണത് കപ്പ. അപ്പോൾ ഇനി ഇൻഷാല്ലാ ഞാൻ വേറൊരു കപ്പ മേടിച്ചിട്ട് ഇനി പാൽക്കപ്പ ഉണ്ടാക്കി നോക്കണം. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. ടേസ്റ്റൊക്കെ ഞാൻ പറയാം. ഞാനിതുവരെ ടേസ്റ്റ് ചെയ്തിട്ടില്ല എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ടേസ്റ്റ് പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഈ വീഡിയോ എടുക്കുമ്പോൾ ഞാൻ ഇഷലേ എന്ന് വിളിക്കണ്ടായിരുന്നു. അപ്പോൾ ആൾ തലയൊക്കെ മാതിട്ടൊക്കെയാണ് കേട്ടോ വരണത്. അപ്പോൾ എക്സ്പ്രഷൻ നോക്കിയാൽ കപ്പ കണ്ടപ്പോൾ ആൾക്ക് നല്ല സന്തോഷമായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ കപ്പയും ബീഫല്ല കേട്ടോ, ചിക്കൻ കറിയും കൂടെ കൂട്ടി കഴിക്കാൻ വേണ്ടി പോയപ്പോൾ ആൾ TV-ൻ്റെ ഉള്ളിലാണ് കണ്ണ്. ഇനിയിപ്പോൾ കണ്ണ് ഡോക്ടറെ അടുത്ത് പോകുമ്പോൾ അറിയാം ഇനി എന്താണ് കണ്ണിൻ്റെ അവസ്ഥ എന്ന്. ഇനി വ്യാഴാഴ്ചയാണ് കേട്ടോ അവൾക്ക് കൊണ്ട് ചെല്ലാൻ പറഞ്ഞേക്കുന്നത് ഗിരിധറിൽ. അപ്പോൾ നാസ്താക്കി കഴിഞ്ഞതിന് ശേഷം മുറിയൊക്കെ ഒന്ന് അവിടെ നിന്നൊക്കെ ബെഡ്ഷീറ്റൊക്കെ മാറ്റി ഒന്ന് ഒതുക്കാൻ വിചാരിച്ച്. അപ്പോൾ ആദ്യം തന്നെ അതിൻ്റെ ഫാനൊന്ന് തുടക്കാൻ വിചാരിച്ച്. ഫാനിൻ്റെ ഭയങ്കര കാറ്റ് കുറവ്, അപ്പോൾ മാറാമ്പലുണ്ടെന്ന് തോന്നണം. അപ്പോൾ ആദ്യം അതൊക്കെ ഒന്ന് തുടക്കാം. അപ്പോൾ സമയം നോക്കി 12 മണിയായി. നാസ്തയൊക്കെ ഉണ്ടാക്കി തിന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇപ്പോൾ തന്നെ സമയമായി. ഇനിയിപ്പോൾ ചോറ് വെക്കണം. അപ്പോൾ ഇഷൽ പറഞ്ഞിട്ട് ഇനി എനിക്ക് ചോറ് വേണ്ട ഉമ്മി എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ മുറി അടിച്ചു വരിയപ്പോൾ കണ്ടില്ല, എനിക്ക് ഇത്രയും ചവറ് കിട്ടി. ഇഷലിൻ്റെതാണ് പകുതി മുക്കാലും ചവറുകൾ. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ കട്ടിൻ്റെ ഇടയിൽ ഇങ്ങനെ ഇട്ടേക്കും ഇഷൽ ചവറ്. അവൾക്കുള്ളതാണ് ഓരോ പേപ്പറും അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. ഇപ്പോഴും കുഞ്ഞിക്കുട്ടിയാണ് അവൾ. അപ്പോൾ കണ്ടില്ലേ ഞാനിങ്ങനെ അടിച്ചു വാരി ഇനി അത് ഓരോ മുറി വെച്ച് തുടക്കണേണ്. ഒരു മുറി അടിച്ചു വാരി ഇനി ഇവിടെ ഒന്ന് തുടക്കണം.
അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ പറഞ്ഞു ഉമ്മച്ചീൻ്റെ അടുത്ത് പറഞ്ഞു ഉമ്മച്ചി അടുക്കളയിൽ കയറിക്കോ ഉച്ചക്കത് ഉണ്ടാക്കാൻ വേണ്ടി രണ്ടുപേരും ഒതുക്കാതെ തന്നെ ടൈം ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ ഉമ്മച്ചീനെ പറഞ്ഞയച്ചു. അപ്പോൾ ഉമ്മച്ചി അതിൻ്റെ ഇടയിൽ പരിപ്പ് ഞാൻ വേവിച്ചിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പരിപ്പ് മറ്റേ നല്ല ജീരകം ഇട്ടിട്ട് ഒതുക്കി വെക്കൂലേ അതേപോലെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ചിക്കനെ ഫ്രൈ ചെയ്യാനുള്ളത് പിന്നെ നെയ്ച്ചോറും വെക്കാനാണ് കേട്ടോ ഉമ്മച്ചി അത് വെച്ചേക്കണത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ അലക്കി കുറച്ച് കഴിഞ്ഞ് വിരിച്ചിട്ടുമുണ്ട്. പിന്നെ അടിച്ചു വാരി കുറച്ചൊക്കെ തുടച്ചതിന്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇത് നമ്മൾ ഇഷലിൻ്റെ ടെഡി ബെയറിൻ്റെ അലക്കാനും കൂടെ ഇട്ടിട്ടുണ്ട്. ആൾ കണ്ടിട്ടില്ല കേട്ടോ. കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആൾക്ക് ഭയങ്കര സങ്കടമായിരിക്കും. ഭയങ്കര ഇതാണ് ടെഡി ബെയറിനെ ഞാനിങ്ങനെ വലിച്ചെറിഞ്ഞാലൊക്കെ പറയും ഉമ്മി എൻ്റെ ടെഡി ബെയറിനെ അങ്ങനെ ഒന്നും വലിച്ചെറിയല്ലേ എന്ന് പറയും. അങ്ങനെ ഇത് വൈകുന്നേരത്തെ സീനാണ് കേട്ടോ ഇത്. കാരണം വൈകുന്നേരം ഉച്ചക്ക് ഞങ്ങളൊന്നും അങ്ങനെ ചോറിട്ട് തിന്നില്ല. വീഡിയോ ഞാനത് പിടിച്ചില്ല. അപ്പോൾ ഇഷല അവിടെ കിടന്ന് നല്ല ഉറക്കമായിരുന്നു. അപ്പം ഞാൻ അതേ കണ്ട വെറുതെ വീഡിയോ എടുത്തുന്നുള്ളൂ. അപ്പോൾ ഇതേ കണ്ടില്ലേ കുറേ മടക്കാനുണ്ട്. ഇത് മുമ്പത്തെയാണ് കേട്ടോ. ഇപ്പം അലക്കിയിട്ടത് വേറെ ഉണ്ട്, ഇനി അത് വേറെ മടക്കാനുണ്ട്. എനിക്ക് ഏറ്റവും വലിയ മടിയുള്ള കാര്യമാണ് ഈ അലക്കിയത് മടക്കാനൊക്കെ. ഇങ്ങനെ കുറേ ഇങ്ങനെ ദേഷ്യം പിടിക്കും ഇങ്ങനെയൊക്കെ മടക്കി ഇങ്ങനെ ഇരിക്കാനൊക്കെ. അപ്പോൾ അപ്പോഴത്തേക്കും രാത്രിയായിട്ട് അപ്പോൾ ഞങ്ങളിത് ഫുഡ് കഴിക്കണത്. അപ്പോൾ ഇവിടെ സീരിയലൊക്കെ കണ്ടിരിക്കണേണ്. അപ്പോൾ ആദ്യമായിട്ടൊക്കെ എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്കും ചെയ്യണം, ഷെയറും ചെയ്യണം കേട്ടോ. ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുത്തിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യിക്കണേ. അപ്പോൾ എല്ലാവരും ഫുള്ളായിട്ട് എൻ്റെ വീഡിയോസൊക്കെ കാണണം. അപ്പോൾ തന്നെ ഞങ്ങൾ രാത്രിയാണ് കറക്റ്റായിട്ട് ഫുഡ് കഴിക്കുന്നത്. ഉച്ചക്കൊന്നും ഞങ്ങളങ്ങനെ കഴിച്ചിട്ടുണ്ടായില്ല. അപ്പോൾ രാത്രി കഴിച്ചിട്ട് നേരെ കിടന്നിട്ട് ഉറങ്ങാൻ പോണെയാണ്. കാരണം നല്ല ക്ഷീണമുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ ഇട്ട് വരാം കേട്ടോ.